Hi guys, ഞാൻ നേരത്തെ സാംസങ് ഗാലക്സി S21 ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയിൽ സാംസങ്ങിൻ്റെ മെയിൻ്റെനൻസ് മോഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മെയിൻ്റെനൻസ് മോഡ് പറഞ്ഞാൽ എന്താ? മെയിൻ്റെനൻസ് മോഡ് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ വല്ലതും പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ ലൈക്ക് മൈക്കിൽ വല്ലതും പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വല്ലതും പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്പീക്കറിൽ അങ്ങനത്തെ ചെറിയ വല്ലതും പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഡാറ്റാസ് ഉണ്ടാവും, മീൻസ് ലൈക്ക് ഫോട്ടോസ്, വീഡിയോസ്, ആപ്ലിക്കേഷൻസും ലൈക്ക് ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫോൺ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ ആ സർവീസ് സെൻറ്ററിലത്തെ ആൾക്കാർക്ക് നമ്മുടെ ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, അതൊക്കെ അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാംസങ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, മെയിൻ്റെനൻസ് മോഡ്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് വരിക. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ മെയിൻ്റെനൻസ് മോഡ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെയിൻ്റെനൻസ് മോഡിൽ ടേൺ ഓൺ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ബാക്കപ്പ് യുവർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലത്തെ എല്ലാ ഡാറ്റാസും ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാക്കപ്പ് യുവർ ഡാറ്റ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുക. പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് എല്ലാ ഡാറ്റാസും നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടേൺ ഓൺ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ടേൺ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് പഠിക്കും ഇതൊന്ന് റീസ്റ്റാർട്ടായിട്ട് മെയിൻ്റെനൻസ് മോഡിലേക്ക് വരാം. അപ്പോൾ റീസ്റ്റാർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. റീസ്റ്റാർട്ടായി വന്നു കഴിഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ്സെങ്കിലും പിടിച്ചത് റീസ്റ്റാർട്ടായി വരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴത്ത് എഴുതി കണ്ടാവും മെയിൻ്റെനൻസ് മോഡെന്ന്. ഇപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊന്നും ഇവിടെ കാണാനില്ല. നേരത്തെ ഞാൻ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇവിടെ കാണാനില്ല. അതേമാതിരി ഞാൻ ഗാലറിയിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, വീഡിയോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഗാലറിയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോണിൽ വല്ലതും പ്രശ്നം ഉണ്ടെങ്കിൽ മെയിൻ്റെനൻസ് മോഡ് ഓൺ ആക്കിയിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു ഡാറ്റാസും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കുക എങ്ങനെയാണ് ഈ മെയിൻ്റെനൻസ് മോഡ് ഓഫ് ആക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാറിന് താഴത്തേക്ക് ആക്കുക. താഴത്തേക്ക് ആക്കുമ്പോൾ യുവർ ഫോൺ ഈസ് ഇൻ മെയിൻ്റെനൻസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ടാപ്പ് ഹിയർ ടു എക്സിറ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാവും. എക്സിറ്റിൽ പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റീസ്റ്റാർട്ട് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിലൊരു പാസ്വേഡ് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മെയിൻ്റെനൻസ് മോഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ആവും, നോർമലി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഇമേജസും വീഡിയോസും നമ്മുടെ പഴയ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാണല്ലോ, അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് മോഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്